നമസ്കാരം. കേന്ദ്ര IB ഉദ്യോഗസ്ഥയും തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഓഫീസറുമായിരുന്ന മേഘ മധു എന്ന 23 വയസ്സുകാരി അതിദാരുണമായി ട്രെയിനിന് മുമ്പിൽ ജീവനൊടുക്കിയതിൻ്റെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അവൾ മരണത്തിന് തൊട്ടു മുമ്പ് വരെ ആരോടോ ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്ന് വാർത്ത പുറത്തു വന്നിരുന്നു. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവൾ ട്രാക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ജയന്തി ജനത എക്സ്പ്രസ് പാഞ്ഞു വരുന്നത് കാണുകയും അവൾ ട്രെയിനിന് മുമ്പിലേക്ക് ചാടി തലവയ്ക്കുകയുമായിരുന്നു. അവളുടെ ശരീരം ഞൊടിയടിയിൽ ഛിന്നഭിന്നമായി. അവളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ തകർന്നുപോയി. അവൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നറിയാൻ ഫോറൻസിക് പരിശോധനയുടെ ആവശ്യമാണ് മൊബൈൽ ഫോണിനുള്ളത്. ഇപ്പോൾ അത് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അവളുടെ സഹപ്രവർത്തകനായിരുന്ന ഇപ്പോൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന IB ഉദ്യോഗസ്ഥനായ സുകാന്ത് സുരേഷ് എന്ന മലപ്പുറം എടപ്പാൾ സ്വദേശിയോടാണ്. മലപ്പുറംകാരനായ സുകാന്തും മേഘയും ഒരുമിച്ച് ജോധ്പൂരിൽ IB ട്രെയിനിങ്ങിൽ പങ്കെടുത്തതാണ്. അന്നു മുതൽ പരസ്പരം ഇഷ്ടത്തിലായി. രണ്ടുപേരും വിവാഹം ചെയ്യാം എന്ന് തീരുമാനത്തിലെത്തി. അവരുടെ അടുപ്പം അവൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. അതിനിടയിൽ മേഘയുടെ പിതാവ് മധു മകൾക്ക് ഒരു കാർ വാങ്ങിക്കൊടുക്കുന്നു. മധു ഒരു ITI കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തതാണ്. വീട്ടിൽ ന്യായമായ സാമ്പത്തിക പശ്ചാത്തലമുണ്ട്. മധു ഒരു കാർ വാങ്ങിക്കൊടുക്കുന്നു മകൾക്ക്. മകൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് എന്ന് അച്ഛനറിയാം. എന്നാൽ കാർ എറണാകുളം അരൂരിലെ ടോൾ പ്ലാസയിലൂടെ കടന്നു പോയപ്പോൾ ഫാസ്ടാഗിൽ നിന്നും പണം പോയതിൻ്റെ SMS മെസ്സേജ് പിതാവിൻ്റെ മൊബൈൽ ഫോണിലെത്തുകയാണ്. പിതാവാണ് കാർ വാങ്ങിക്കൊടുത്തത്. പിതാവിൻ്റെ മൊബൈൽ ഫോണിലായിരുന്നു ഈ ഫാസ്ടാഗ് ചാർജ് ചെയ്യാനുള്ള സംവിധാനമുള്ളത്. അപ്പോൾ തന്നെ മധു വിളിച്ച് മകളോട് ചോദിച്ചു. മകൾ കള്ളം പറയാൻ നിന്നില്ല. സുകാന്തുമായുള്ള ബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായി മക്കൾക്ക് ഒരു പ്രണയബന്ധമുണ്ടാകുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മധുവിനും ഉണ്ടായെങ്കിലും പിന്നീട് മകളുടെ ഇഷ്ടത്തിന് വഴങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ പിതാവ് ഒരു കണ്ടീഷൻ വെച്ചു. ഏറെ വൈകാതെ വിവാഹം കഴിക്കണം. അതിനുവേണ്ടി സുകാന്തിനോടും വീട്ടുകാരോടും മധുവിൻ്റെ വീട്ടിലെത്താൻ ആവശ്യപ്പെട്ടു. മേഘ അത് സുകാന്തിനോട് പറഞ്ഞു. സുകാന്ത് പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുപോയി. വരാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല. പിതാവിന് അസുഖമാണ് എന്ന് പറഞ്ഞൊഴിഞ്ഞു. പിന്നീട് സുകാന്ത് പറഞ്ഞു തൻ്റെ സ്വപ്നം IBയിലെ ഉദ്യോഗമല്ല, തനിക്ക് സിവിൽ സർവീസ് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം തുടർന്നു. പിന്നീടാണ് മേഘ അറിയുന്നത് സുകാന്തിനെ തന്നെ പോലെ തന്നെ മറ്റു പലരോടും ബന്ധമുണ്ടായിരുന്നെന്ന്. ഇത് മേഘയെ ആകെ തകർത്ത് കളഞ്ഞു. പല ആളുകളുമായുള്ള ബന്ധത്തിൽ ഒരാൾ മാത്രമായിരുന്നു താൻ എന്നറിഞ്ഞ് തകർന്നുപോയി. വിവാഹത്തിന് സമ്മതമല്ലെന്നും അല്ലാതുള്ള ബന്ധമാണെന്നും അറിഞ്ഞതോടെ മേഘയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം, പ്രണയം നടിച്ച് ഈ സുകാന്ത് എന്ന മലപ്പുറംകാരൻ മേഘയുടെ മുഴുവൻ പണവും അടിച്ചു മാറ്റിയിരുന്നു എന്നാണ്. കഴിഞ്ഞ 8 മാസമായി മേഘയുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം വന്നാൽ അത് അതേപടി സുകാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമെന്ന് പിതാവ് തിരിച്ചറിഞ്ഞത് ഇപ്പോൾ മരണശേഷം ബാങ്ക് അക്കൗണ്ട് എടുത്തപ്പോഴാണ്. മേഘയുടെ ബാങ്ക് അക്കൗണ്ടിൽ അവശേഷിച്ചിരുന്നത് കേവലം 861 രൂപയായിരുന്നു. അതായത് സുകാന്ത് മേഘയുടെ മുഴുവൻ വരുമാനവും അടിച്ചു മാറ്റിയിരുന്നു എന്നർത്ഥം. മേഘയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ജന്മദിനം ആഘോഷിക്കാൻ കൂട്ടുകാർ പറഞ്ഞപ്പോൾ കേക്ക് വാങ്ങാൻ പോലും തൻ്റെ കയ്യിൽ പണമില്ലെന്ന് അവർ പറഞ്ഞതൊക്കെ പിതാവ് പിന്നീടാണ് അറിയുന്നത്. ഏറ്റവും വലിയ ചൂഷകനായിരുന്നു സുകാന്ത് എന്ന ഈ കള്ളക്കാമുകൻ. മേഘയെ അയാൾ പ്രണയിച്ച് പറ്റിച്ച് അവളുടെ കയ്യിലിരുന്ന പണം മുഴുവൻ അടിച്ചു മാറ്റി അവളെ മരണത്തിലേക്ക് ആട്ടിയോടിക്കുകയായിരുന്നു. മേഘ മരിച്ച ആദ്യ ദിവസങ്ങളിൽ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. ഇപ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നത്. പോലീസ് സുകാന്തിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നെങ്കിലും അവിടെയില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ജോലിയിൽ നിന്നും അവധിയെടുത്ത് മുങ്ങിയിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണയ്ക്ക് സുകാന്തിൻ്റെ മേൽ കേസെടുക്കാൻ ഇനി അല്പം പോലും പോലീസ് വൈകരുത്. മേഘ എന്ന ഈ മിടുക്കിയായ പെൺകുട്ടിയെ അകാലത്തിൽ ജീവിതത്തിൽ നിന്നും പറഞ്ഞുവിട്ടത്, മരണത്തിലേക്ക് ആട്ടിയോടിച്ചത് സുകാന്തിൻ്റെ പ്രണയച്ചതിയാണ്. പ്രണയച്ചതി കൂടാതെ അവളുടെ പണമെല്ലാം അയാൾ അടിച്ചു മാറ്റുകയും ചെയ്തു. ഒരു നിമിഷം പോലും അയാളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ജോലിയിൽ നിന്നും പിരിച്ചുവിടണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. പിതാവ് മധുസൂദനൻ മറുനാടനോട് പറഞ്ഞതുകൂടി കേൾക്കുക. നമുക്ക് കിട്ടിയ, അതായത് വിശ്വസിക്കാൻ പറ്റുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മളെടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവൻ്റെ അക്കൗണ്ട്, ഇവൻ്റെ പേരുണ്ട്. ആ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എടപ്പാൾ സ്വദേശിയായ സുകാന്ത് സുരേഷ്. ഈ മേഘയുടെ ശമ്പളം
അങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം. ഫോർവേഡ്, അതായത് അവസാനത്തെ 10 മാസം ഒക്ടോബർ മുതൽ അങ്ങോട്ട് ഫുള്ളായിട്ട് മേയുടെ അക്കൗണ്ടിൽ വരും, തിരിച്ച് അവൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അതുവരെ കുറേശ്ശെ നമ്മൾ കടം മേടിക്കുന്ന പോലെ കുറേശ്ശെ മേടിക്കും, തിരിച്ചു കൊടുക്കും, ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കൂട്ടുകാർ പറഞ്ഞത് അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥ വരെ എത്തിയിരുന്നു. സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത്? അതെ, അവർ വിളിച്ചവർ തന്നെയാണ് പറഞ്ഞത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ അറിയിച്ചിരുന്നു? അങ്ങനെ ഇല്ല, നമ്മളെ ആരും അറിയിച്ചിട്ടില്ല. സാമ്പത്തികം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും ശമ്പളം ഉണ്ടെങ്കിൽ സാമ്പത്തികമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ എവിടെ പോയിന്ന്. പക്ഷേ അവർക്ക് ചിലവിന് ഇത് വേണം, 100 ഇത് വണ്ടിക്കൂലി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി മേടിച്ചു കൊടുക്കും. അപ്പോൾ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് വിചാരത്തിലല്ലല്ലോ, നമ്മൾ പോകുന്നു, മേടിച്ചു കൊടുക്കുന്നു, പോരുന്നു. ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലി സാധനം കൊടുക്കാറുണ്ടല്ലോ, അത് അങ്ങ് കൊടുത്തു വിടും. ബർത്ത്ഡേ അവിടെ ഡിസംബർ 9 അവിടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കൂട്ടുകാർ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഡു മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഈ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് കൂട്ടുകാർ തന്നെ കേക്ക് മേടിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു. ഇങ്ങനെ ഇപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഈ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു? അല്ല, ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അത് പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പം അടുത്ത മൊഴിയെടുക്കാൻ അവർ വരുന്നുണ്ട്, വൈഫിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം അതിൽ കൊടുക്കുന്നതായിരുന്നു. ഈ വ്യക്തിയായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി അതുവരെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അവർ തമ്മിൽ, സൗഹൃദം ഉണ്ടായിരുന്നു. അവൻ കല്യാണം കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അവൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. അത്തരത്തിലുള്ളൊരു ചൂഷണമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യണമെങ്കിൽ അതിനുള്ള തെളിവല്ലേ ഇപ്പോൾ ഉള്ളൂ. ചെയ്യണമെങ്കിൽ അവന് ആ ഉദ്ദേശമല്ല. പിന്നെ വേറെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്, ഇതുവരെ ആയിട്ടുണ്ട്. അന്വേഷണം നടത്തുന്നുണ്ട്, നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതുവരെയുള്ള എവിഡൻസ് പ്രകാരം അത് തെളിവാണ്. ബാക്കി ഇപ്പം കിട്ടണം. അതായത് ലാബ് റിപ്പോർട്ടുകൾ, അതായത് ഫോറൻസിക് റിപ്പോർട്ട് നമുക്ക് കിട്ടി, പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ഇതൊക്കെ കിട്ടിയാലേ നമുക്ക് ഇവർ കറക്റ്റാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് ട്രെയിൻ പാളത്തോടെ നടന്നതെന്ന് പറയുന്നത്. അത് ആ ഫോൺ ആരാണ് വിളിച്ചതെന്ന് കണ്ടെത്തി. അത് സുഗാന്ത് തന്നെയാണ് വിളിച്ചത്. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണം, സാധാരണ ഉള്ള പോലെ. അപ്പോൾ അവനാണെങ്കിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, പോലീസ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ്. അവർ നല്ല കൃത്യമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിയിരിക്കുന്നു. കാരണം ഏത് തരത്തിലുള്ള ചൂഷണമാണ് നടത്തിയിരിക്കുന്നത്? സാമ്പത്തികം ആയതുകൊണ്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ശക്തമായ നടപടിയെടുത്ത് അവനെ പുറത്താക്കി പോലീസിന് കൈമാറുക, അതാണ് നമ്മുടെ ആവശ്യം. ഒരു ആത്മഹത്യാ പ്രേരണ മാത്രമല്ല, അതിൽ കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കാരണം അതൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.